പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും പണ്ടുകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അന്തരങ്ങളും ചേർച്ചയില്ലായ്മയും കണ്ടുവരുന്നുണ്ട്. ഇവിടെ നാം അറിയാതെ സൃഷ്ടിക്കപ്പെട്ട വേർതിരിവുകളും അതിർവരമ്പുകളുമാണ് വില്ലനാകുന്നത്. പ്രണയമെന്ന വികാരത്തിനും മാറ്റങ്ങൾ സംഭവിച്ചു. പരസ്പര വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെടുന്നവർ, സ്വാർത്ഥതയുടെ മൂടുപണമണിയുന്നവർ, നിസ്സാര തെറ്റിദ്ധാരണകളുടെ പേരിൽ പങ്കാളിയെ കൊലപ്പെടുത്തുന്നവർ. മലയാറ്റൂരിൽ 19കാരിയെ ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയത് മുൻകൂട്ടി തീരുമാനിച്ചെന്നാണ് നിഗമനം. പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല കൊലയ്ക്ക് കാരണം, കൃത്യമായ ആസൂത്രണം ഉണ്ടായിട്ടുണ്ട്. നിന്നെ കൊല്ലുമെന്ന് അലൻ ചിത്രപ്രിയയ്ക്ക് അയച്ച സന്ദേശം കേസിൽ നിർണായകമാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ പരസ്പരം അറിയാവുന്നവരാണ് ചിത്രപ്രിയയും അലനും. പിന്നീട് ഇരുവരും തമ്മിൽ പ്രണയമായി. ഇതിനെ തുടർന്ന് വീട്ടിലേക്ക് വരരുതെന്ന് ചിത്രപ്രിയയുടെ വീട്ടുകാർ വിലക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് ചിത്രപ്രിയ ബംഗളൂരുവിലേക്ക് പഠിക്കാനായി പോകുന്നത്. അലനുമായുള്ള ബന്ധം ഏറെക്കുറെ അവസാനിപ്പിച്ച ശേഷമാണ് ചിത്രപ്രിയ ബംഗളൂരുവിൽ ഏവിയേഷൻ പഠനത്തിനായി പോയത്. എന്നാൽ ഇതിനിടയിലും അലൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. മാത്രമല്ല, മറ്റു സുഹൃത്തുക്കളെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കും തർക്കവും ഉണ്ടായി. ചിത്രപ്രിയ നാട്ടിൽ അവധിക്കായി എത്തിയപ്പോഴാണ് അലൻ കരുതിക്കുട്ടി വിളിച്ചുകൊണ്ടുപോകുന്നതും കൊലപ്പെടുത്തുന്നതും. ആറാം തീയതിയാണ് ചിത്രപ്രിയയെ കാണാനില്ലെന്ന പരാതി ലഭിച്ചത്. 8ാം തീയതി കൂട്ടുകാരായ 3 പേരെ ചോദ്യം ചെയ്തിരുന്നു. 9ാം തീയതി നാട്ടുകാർ മൃതശരീരം കണ്ടു. പിന്നാലെയാണ് കാമുകൻ അലനെ പോലീസ് പിടികൂടിയത്. ഫോണിൽ മറ്റൊരു യുവാവിനൊപ്പമുള്ള ചിത്രങ്ങൾ കണ്ടതിന്റെ പേരിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. മദ്യലഹരിയിൽ പെൺകുട്ടിയെ കല്ലുകൊണ്ട് തലക്കടിച്ചതായി അലൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തി. ഇയാൾ മയക്കുമരുന്നിന് അടിമയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കുറച്ച് CCTV-കളും കുട്ടീൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഫോണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സയന്റിഫിക് എക്സാമിനേഷനും സാമ്പിൾസ് ഒക്കെ ഫോറൻസിക് എക്സാമിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് വരുന്ന മുറയ്ക്ക് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഫർദർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ബാക്കി എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നെല്ലാം നോക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും ഇൻവോൾവ്മെന്റ്സ് ഉണ്ടോ, പാരന്റ്സ്ക്ക് വേറെ ആരെങ്കിലും മേലും സംശയങ്ങളുണ്ടോ, അവരുടെ മൊഴികളും എലാബറേറ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട്. നമ്മുടെ തെളിവുകൾ ഇതുവരെ ഉള്ള പ്രകാരം ഒരു ആൺകുട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന മുറയ്ക്കാണ് നോക്കുന്നത്. ബംഗളൂരുവിൽ നിന്നും ഒരാഴ്ച മുൻപ് വീട്ടിലെത്തിയ ചിത്രപ്രിയയെ ശനിയാഴ്ചയാണ് കാണാതായത്. മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ശനിയാഴ്ച രാത്രി തന്നെ വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകി. അന്വേഷണം ആരംഭിച്ച പോലീസ് പ്രതിക്കൊപ്പം പെൺകുട്ടി ബൈക്കിൽ പോകുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു. നിലവിൽ അലനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തതെങ്കിലും കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. പെൺകുട്ടിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസിന്റെ തീരുമാനം. മൃതദേഹത്തിന് സമീപത്തു നിന്നും രക്തക്കറയുള്ള വെട്ടുകല്ല് പോലീസ് കണ്ടെത്തിയിരുന്നു. ഫോറൻസിക് പരിശോധനയ്ക്കായി ഈ കല്ലും പോലീസ് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.